സൗദി അറേബ്യ ഇറാനെ ആക്രമിച്ചിട്ടില്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങളാണ് പല മേഖലകളിലും വീഡിയോയിലും പ്രത്യേകിച്ച് യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കുന്നത്. അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നടന്നിരിക്കുന്ന സംഭവം അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സംയുക്ത സേന ഇറാഖിലുള്ള തീവ്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഷിയ മിലിഷ മേഖലയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ്. അഥവാ ഇറാനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾക്ക് നേരെയാണോ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് പഠിച്ചു വരികയാണ്. 8 മരണം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് ഇറാനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. എന്നാൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ജോർദാന് നേരെ ഇറാൻ ആക്രമിച്ചു എന്ന് അമേരിക്ക ആരോപിച്ചു. ഇത് ഏറെക്കുറെ ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുൻപായിട്ട് അമേരിക്കക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമകാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. 72 മണിക്കൂറിനിടയിൽ 32 തവണയെങ്കിലും സൗദി അറേബ്യയെ ഇറാഖ് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള അഥവാ ഇറാഖിലെ ഷിയ മിലിഷ വിഭാഗമോ അതല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രോക്സി വിഭാഗമോ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് അനുമാനം. ഇറാൻ തങ്ങൾക്കതിൽ പങ്കാളിത്തമില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. കാരണം ഇറാഖിലുള്ള തങ്ങളുടെ വിഭാഗമല്ല സൗദി അറേബ്യ ആക്രമിച്ചത് എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതേക്കുറിച്ചും ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലും ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ തോതുകളും കാര്യങ്ങളും നടക്കുന്നു. അഥവാ കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയുമായിട്ട് അമേരിക്ക ഒരു ആണവായുധ കരാർ ഉണ്ടാക്കിയത്. ആണവായുധ കരാർ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എളുപ്പമുള്ള കരാർ വ്യവസ്ഥയൊന്നുമല്ല. ആണവായുധം കൈമാറുക എന്നത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നും പറയപ്പെടുന്നു. പല കാലങ്ങളിലും പല സാഹചര്യങ്ങളിലും ആണവായുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നതാണ്. ആ ചർച്ചയിലൊന്നും യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു അനുകൂലമായിരിക്കുന്ന നിലപാട് കാര്യങ്ങൾ എടുത്തിട്ടില്ല. അവരെ പോയി എതിർത്താണ് പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സൗദി അറേബ്യ സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. അത് ഇപ്പോഴത്തെ ട്രംപ് ആണെങ്കിലും മുമ്പത്തെ ജോ ബൈഡൻ ആണെങ്കിലും ജോർജ് ബുഷ് ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പ്രസിഡന്റുമാരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ പറഞ്ഞത് ഒരേ ആവർത്തനം തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ ആണവായുധ സംവിധാനം വേണം എന്ന് പറയുന്നത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം ഇറാൻ ആ കാലത്തും ഭീഷണിയാണ്. അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടായെങ്കിൽ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് ആണവായുധം അനിവാര്യമാണ്. അത് പ്രയോഗിക്കുക എന്നുള്ളതല്ല, ഉണ്ടെങ്കിൽ തന്നെ അത്തരം ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് അനുമാനിച്ചു കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷെ അങ്ങനെ കാര്യങ്ങളൊന്നും അതൊരു കൈവിട്ട കളിയാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്നു. പല രീതിയിലുള്ള ചർച്ചകളും ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചത് റഷ്യയാണ് എന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നയതന്ത്രപരമായിരിക്കുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള രഹസ്യമായിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ചോർത്തിക്കൊടുക്കുകയോ നൽകുകയോ ചെയ്തത് റഷ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങൾക്കും അങ്ങനെയാണ് കിട്ടിയത് എന്ന് പറയുന്നു. ഇസ്രായേൽ നൽകിയത് ഫ്രാൻസ് ആണെന്ന് പറയുന്നു. അങ്ങനെ പല രൂപത്തിലും ആ റൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യക്ക് നൽകും എന്ന് പറഞ്ഞതോടുകൂടി സൗദി അറേബ്യയും അമേരിക്കയും മറ്റൊരു തലത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങി ഏകദേശം 5 മാസം കഴിഞ്ഞിട്ടും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു താല്പര്യങ്ങളും ഒരു കാലത്തും സൗദി അറേബ്യ എന്നല്ല ഒരു അറേബ്യൻ രാജ്യങ്ങളും കാണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സംയുക്തമായ രീതിയിൽ ആക്രമണം എന്ന് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ അമേരിക്കയും സ്ഥിരീകരിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാഖിൻ്റെ ഏത് ഭാഗത്താണ്, ബാഗ്ദാദിൻ്റെ ഏരിയയും ഉണ്ട് എന്നാണ് പറയുന്നത്. ബാഗ്ദാദിൻ്റെ ഏത് ഏരിയയിൽ എങ്ങനെയൊക്കെ ആക്രമണം നടത്തിയത്, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരികയാണ്. പൂർണ്ണമായിരിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ പല റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചു, ഇറാൻ നേരിട്ട് ആക്രമിച്ചു, സംയുക്തമായി ആക്രമിച്ചു എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. കള്ളത്തരമാണ്, പൊള്ളത്തരമാണ്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇറാൻ അനുകൂലമായിരിക്കുന്ന വിഭാഗത്തിന് നേരെയാണ് ഈ ആക്രമണം നടന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാക്രമണം ഗൗരവമുള്ളതായിരിക്കും. കടുത്തതും കനമുള്ളതുമായിരിക്കും അതിൻ്റെ പ്രത്യാക്രമണം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
ഇപ്പോഴുള്ള യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്ത തരത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി മാറാൻ സാധ്യതയുണ്ട്. ഇത് ഇസ്രായേലിന് താല്പര്യമുള്ള വിഷയമാണ്. അറേബ്യൻ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്ന തരത്തിൽ സാഹചര്യങ്ങൾ നീങ്ങുക എന്നുള്ളത് ഇസ്രായേൽ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായി അറേബ്യൻ മേഖല തകരണം, സൈനികപരമായ രീതിയിൽ ഇറാൻ്റെ ശക്തി ക്ഷയിക്കുകയുമാണ്. ഇത് രണ്ടുണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിരിക്കുന്ന സേഫ്റ്റിയാണ്, സുരക്ഷിതമാണ്. ഇപ്പോൾ അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞതാണ്. അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കരടായി നിൽക്കുന്നത് ഇറാനാണ്. ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഏതായാലും ഇപ്പോൾ ധൈര്യമല്ല. മാത്രവുമല്ല, ഇറാൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് മാത്രമേ അഭിപ്രായ ഭിന്നതയുള്ളൂ. സംഭവം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനുള്ള സംവിധാന കാര്യങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 10-15 ദിവസം, 2 ആഴ്ചയിനിടയിൽ 3-ലധികം ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ നടന്നതായിരിക്കുന്ന പ്രാദേശിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിരീകരണ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ വീടിൻ്റെ ഭാഗത്ത് പോലും സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നും അവരുടെ ഈ സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ട് കാര്യം ആഭ്യന്തരമായ രീതിയിൽ വലിയ ഇടപെടലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും അമേരിക്കയും സംയുക്തമായ രീതിയിലൊരു ഓപ്പറേഷൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളും അത് ഈ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകും സൗദി അറേബ്യക്ക് തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ യുദ്ധത്തിൽ അമേരിക്കൻ രാജ്യം പങ്കെടുക്കുന്നില്ല, അമേരിക്കയുടെ ആയുധങ്ങളാണ് പങ്കെടുക്കുന്നത്, അതും അറേബ്യൻ മേഖലയിൽ വെച്ചിട്ടാണ് എന്ന് മാത്രം. അപ്പോൾ തിരിച്ചടിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന് നഷ്ടം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾക്കാണ്, ആയുധങ്ങൾക്കാണ് പിന്നെ നഷ്ടം ഉണ്ടാകുക. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ട ആക്ട് പോലെ ഇപ്പോൾ അമേരിക്ക പെരുമാറുന്നു. അഥവാ ഇറാൻ ഈ മേഖലയിൽ നിന്ന്, അറേബ്യൻ മേഖലയിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നുള്ളത് കൃത്യമാണ്. അത് സൗദിയിൽ നിന്നുണ്ടായിട്ടുണ്ട്, ഖത്തറിൽ നിന്നുണ്ടായിട്ടുണ്ട്, ബഹ്റൈനിൽ നിന്നുണ്ടായിട്ടുണ്ട്, ഒമാനിൽ നിന്നുണ്ടായിട്ടുണ്ട്, UAE നിന്നുണ്ടായിട്ടുണ്ട്, സർവ്വ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പോൾ അമേരിക്കയുടെ ആക്രമണം ഈ മേഖലയിൽ നിന്ന് നിർത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ അറേബ്യൻ രാജ്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. തിരിച്ചടി വരുന്ന സമയത്ത് ഇത് അമേരിക്കയുടെ സൈനിക ബേസ് മാത്രമല്ല, സാമ്പത്തിക ഉറവിടമായിരിക്കുന്ന പല മേഖലയും ഇറാൻ ആക്രമിക്കുന്നു. അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പറയുന്നു. അത് തങ്ങൾക്ക് പണം കിട്ടണം എന്ന് പറയുന്നു. ഇപ്പോഴുള്ള പ്രതിരോധം അറേബ്യൻ രാജ്യങ്ങൾ ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അപ്പാടെ പണത്തിന് വേണ്ടിയിട്ടാണ്. ഭീമമായിരിക്കുന്ന സംഖ്യയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്, ഭീമമായിരിക്കുന്ന സംഖ്യയാണ് അറേബ്യൻ രാജ്യങ്ങൾ നൽകുന്നത്. അങ്ങനെ അല്ലെങ്കിലോ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്ന സമയത്ത് നേരിട്ട് കൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവും. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നീട് ഭരണ സംവിധാനത്തെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. രാജ്യരക്ഷയും രാജ്യസുരക്ഷയും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ അതിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വന്നാൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകുമോ എന്ന് പോലും ഭയപ്പെടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അപ്പോൾ ഇറാനും സൗദി അറേബ്യക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമാണ്. സൗദിയുടെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കുക മാത്രമാണ് തിരിച്ചടിച്ചിട്ടില്ല. ഒരു അറേബ്യൻ രാജ്യം ഇറാന് നേരെ തിരിച്ചടിച്ചിട്ടില്ല. ഒരു അറേബ്യൻ രാജ്യങ്ങളും നിലവിൽ ഇറാന് നേരെ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ആക്രമണം നടന്നത് ഇങ്ങോട്ടാണ്. അതിന് നൂൽപ്പാലമിട്ട് കൊടുത്തത് അമേരിക്കയാണ്. അഥവാ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുള്ള സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ ആഗ്രഹം ഫലവത്താക്കി കൊടുത്തു. നിങ്ങൾക്ക് ആണവായുധം ഞങ്ങൾ തരാം, കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന് അല്ലെങ്കിൽ ആയുധ ശക്തികളിലൊന്ന് സൗദി അറേബ്യ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇപ്പോൾ ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്. ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഈ F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ 28 ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. 38 കരാറുണ്ടാക്കിയത് സൗദി അറേബ്യയും
അമേരിക്കയുമായിട്ട്. പിന്നീട് അത് ഉടക്ക് വെച്ചു, ഇസ്രായേൽ ഉടക്ക് വെച്ചു. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും അന്താരാഷ്ട്ര തലത്തിലോ പ്രാദേശിക തലത്തിലോ ദേശീയ തലത്തിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരമാണ്. അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അങ്ങനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നുകൂടി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുകയാണ്.